guys, welcome back to my YouTube channel. Where is Nuju? Nuju പേടിയാ. Nuju is here. നിങ്ങളെല്ലാവരും ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് കോണിച്ചുള്ള. ഇന്ന് കോണ്ടന്റ് കൊണ്ടുവന്നിരിക്കുന്നത് 1, 2, 3 അതിന്റെ ചെറുതൊന്ന് കുറെ ഉണ്ട്. ഒരു വ്ലോഗ് തുടങ്ങാണ് ഗൈസ്. ഊട്ടി ട്രിപ്പാണ് ഗൈസ്. ഒരു പാട്ടാണോ 2 പാട്ടാണോ 3 പാട്ടാണോ ലെങ്ത് അനുസരിച്ചിരിക്കും ഗൈസ്. അതിൻ്റെ കൂടെ ലാഭിച്ചനെ കാണിക്കോ? അയ്യോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫോളോ സബ്സ്ക്രൈബ് ആക്കാത്തവര് സബ്സ്ക്രൈബ് ആക്കാത്ത ആള് എന്തിനാ ഈ പെണ്ണുങ്ങൾ ഈ കപ്പിൾ ട്രിപ്പ് പോകുമ്പോ എന്തിനാ ഈ ഓന കുട്ടിയെ ബ്ലോഗിൽ വരാത്ത ആളാണ്. ഞാൻ ലിപ്സ്റ്റിക് നാച്ചുറലി ഉള്ള ഭംഗിയാണ് ഗൈസ്. ഇത് നോക്കി സവാനോ വായിച്ചിട്ടുള്ള പുതിയ ടോപ്പാണ് ഡേറ്റുള്ള ആളാ കളപൊക്കി. ഞാൻ നോക്കിയതാണ്. കേക്കിലേക്ക് എന്താ നോട്ടോ പൊക്കി ഗൈസ്. പറയാനുള്ളത് കേക്ക് കണ്ടിട്ട് തോന്നുന്നേ എങ്ങനെയാണ് പോയി സങ്കടത്തില് കണ്ണില് വെള്ളം വരുന്നുണ്ടോ? ഗൈസ് മാജിക് ബോക്സ് നല്ലൊരു വയല് പൊട്ടിക്കും ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഷാനയിൽ തുടങ്ങാം. ബില്ലടിക്കട്ടെ. ലിഫ്റ്റ് കിട്ടാത്ത ഗൈസ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോടീശ്വരിയാരാണ്? ഇയാള് ഏതാ ഊട്ടിക്ക് ട്രിപ്പ് നിക്കാ? ഔട്ട്ഫിറ്റ് റേറ്റ് കൈലിമുണ്ട് 150 രൂപ. ചെരുപ്പ് ഡീസലിന്റെ 1800 രൂപ. ചങ്ങലെന്താ പിന്നെ തിളങ്ങുന്ന സിൽവറാണ്. സിൽവർ. ഓക്കെ. റിങ് കല്ലാണ്. ലിഫ്റ്റ് ഇടാത്തോണ്ട് ഓടുന്നുണ്ട് കേട്ടോ. എന്തിനാ കണ്ണ് തട്ടുന്നതിനാ? കല്ലിന് മാത്രം സ്റ്റോണിന്. ഓക്കെ. എന്താ അതിന്റെ ഉപയോഗം എന്താ? അതിട്ടാല് അതാണോ ഇത്? ലിഫ്റ്റിക്ക് തിന്ന പിടിച്ച് ഔട്ട്ഫിറ്റ് പറഞ്ഞില്ലേ? 790 rupees. New jerseys from Barilesh 1050 rupees. And Hall Mujeha almost 1 crore. നിങ്ങളെവിടുന്ന ഔട്ട്ഫിറ്റ് പുറത്ത് പറയാവുന്ന ഇല്ല? അതിനകത്തൊരു സാധനം ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര നാണാണ് കഴിക്കുന്നത്. പ്രമോഷൻ ചെയ്യണോ? ബീട്രൂട്ടിലേക്ക് ഇന്ന് ലേ ഇല്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ. എന്ത് ബെൽക്കൈക്കാൻ ക്ലിക്ക് 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 ക്ലിക്ക്. അടുത്ത നുജുവിന്റെ എക്സ്പ്രഷൻ പൊട്ടുന്നില്ല. ഒച്ചയൊക്കെ പടക്കാണല്ലോ കത്തിച്ചിട്ടത്. ഒച്ചയൊക്കെ അതാ പോക പോന്ന്. ഡയറക്ഷൻ മാറ്റിയിടാ. ഡയറക്ഷൻ 5 പേര് ബെല്ലി ഡാൻസ് ഉണ്ടാവും നാളെ. എന്ത് ഡാൻസ്? ലീഡ് ചെയ്യുന്നത് ഷംസീറാണ് മെയിൻ ഡാൻസ്. ഇതെടുക്കാ. ഇതിനെ കുറിച്ച് പറയും. അതൊന്നുമില്ല. ഓൻ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കർ അടിച്ച് അതിനൊന്ന് പെയിന്റ് അടിക്കാനുണ്ട്. അതിനൊന്ന് പൊട്ടിയിട്ടൊരു പെയിന്റ് അടിച്ച് അത് ക്ലിയർ ആയി. ഞങ്ങള് ഊട്ടിക്ക് പുറപ്പെടാൻ പോകുന്നുണ്ട്. എത്തോ ഇല്ലെന്നറിയില്ല. നമ്മള് ഡ്രൈവറിനെ കണ്ടു. എത്തിയില്ലെങ്കില് പേടിക്കണ്ട കേട്ടോ. നുജു സേഫ് അല്ലേ?
ഓട്ടോമാറ്റിക് കാറിൽ ഗ്യാരേഡെന്ന് വെച്ച ചങ്ങായി എങ്ങനെ പോകുന്നറിയില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താ ഉണ്ടാവാന്ന് നോക്കാം. ഇന്നോട് എന്താ സംശയം ചോദിച്ചാൽ ഗ്യാർ എവിടെയാണോ? ആ ക്ലച്ച് എവിടെയെന്ന് ചോദിച്ചോ. ക്ലച്ച് ഇല്ല, നമുക്ക് അടുത്തേല് ഒപ്പിക്കട്ടോ. പോവാ എന്നാ പോവാ പോവാ. വാവ്, ഊട്ടി ട്രിപ്പിന് വന്നതാ. ഊർക്കം വെച്ചുറങ്ങ. എന്ത് അച്ഛനെ കുറിച്ച് പറയാനുള്ള? ട്രിപ്പിന് വന്നിട്ട് കുറുക്കം വെച്ച് ഉറങ്ങാ. എന്ത് ഇംഗ്ലീഷ് പറയണ്ടെന്ന കാര്യമുള്ള ഉറക്കം വന്നാ നജുവിനെ പിടിച്ചാ കിട്ടൂല. ഇല്ല എണിക്കൂല, എന്ത് പറഞ്ഞാലും എണിക്കൂല. നമ്മൾ ഉറങ്ങാതെ സ്വപ്നം കാണുന്നതാണ്. ഉറങ്ങാതെ സ്വപ്നം കാണുന്നതാണ് മറ്റേ സംഭവം ആഗ്രഹങ്ങൾ തീർത്തല്ലോ. ഉറങ്ങുമ്പോ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാതിരിക്കുമ്പോ അബ്ദുൽ കലാം കേക്കണ്ട, അടിച്ചോടിക്കോ. അല്ല സംഭവിക്ക് മനസ്സിലായല്ലോന്ന്, അതാണ് ഉദ്ദേശിച്ചേ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അങ്ങനെ ഓൺട്രപ്രനർ ആയ ഷാന എപ്പോഴും ഇങ്ങനെയാണ്. ട്രൈപോഡും പിന്നെന്താ. അല്ല ഒരു മിനിറ്റ്, ഈ ബിനുജി സംസാരിക്കുക എങ്ങനെയാ? നമ്മൾ നടക്കാൻ പോകുന്ന ഫോട്ടോ കൃഷി കാണാം. നമ്മൾ നാളെ വാഗമണ് അല്ല സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് വെള്ളേക്കൽ മിണി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. കിണികിണി ഇന്ന് ഹുക്ക് മൊത്തം വെച്ച് നോക്കാം. ഇത് വർക്ക് നോക്ക്. ഓൺട്രപ്രനർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആകെ എത്ര ഉള്ളൂ. തണുത്ത ചായ എന്നെ ഹോട്ടാക്കാൻ വേണ്ടി ചിബി പോണു. ഓ റോമ അത് ചിക്ക് വേണോ എന്ത് ചായ? ഈ ചായ കുടിക്കില്ലല്ലോ. ഈ ഓരോന്ന് കാട്ട്, ഈ ഒട്ടി കിടക്കൂലട്ടോ ഇങ്ങനെയാണെങ്കിൽ. പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കലാശക്കൊട്ടൊന്നുമില്ല, ഞങ്ങള് ഫസ്റ്റ് ഡേ വിസിറ്റ്. അപ്പൊ ഇന്ന് ഞങ്ങളെ മെയിന് നമ്മളെ ബീട്രൂട്ട് താത്താന്റെ ലേഖ്യം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബീട്രൂട്ട് കാണാൻ വേണ്ടി ബീട്രൂട്ട് കൃഷി കാണാൻ വേണ്ടിട്ട് തോട്ടത്തേക്ക് പോവാ. ഷാനാന്റെ കൂട്ടിയിലത്തെ ബീട്രൂട്ട് പാടത്തേക്ക് പോവാണ്. ബീട്രൂട്ട്. അപ്പൊ ഇന്ന് അത് വിസിറ്റും പണിക്കാരെ കാണാനൊക്കെ ആയിട്ട് മുതലാളി ഇന്ന് ലക്ഷങ്ങൾ മടക്കി വെച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ സ്ഥലം നോക്കുന്നുണ്ട് ഊട്ടിയില്, കുറച്ചും കൂടി കൃഷി ചെയ്യാൻ വേണ്ടിട്ട്. ഓർഡർ കൂടിയതുകൊണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് അങ്ങോട്ട് കൃഷി ചെയ്യാൻ നമ്മള് ഊട്ടിയിൽ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത ബീട്രൂട്ട് ലേഖത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അന്യനു വിളിച്ചിട്ടുണ്ട്. അപ്പോ ഷൂട്ടിന് വേണ്ടിട്ട് കോസ്റ്റ്യൂം എല്ലാം ഇട്ടിട്ട് അടുത്ത് നമ്മള് എന്തിന്റെ ബീട്രൂട്ട് ലേഖത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഓയിൽ ഞാനും. അങ്ങനെ നമ്മള് ഫോട്ടോ എടുക്കൽ ഇതെല്ലാം ഇപ്പൊ രാവിലെ എല്ലാം കഴിഞ്ഞ് ഉച്ചയായി. അപ്പൊ നമ്മള് ഊട്ടിത്തെ ഫേമസ് ആയിട്ടുള്ള ഖാലിദ് ബിരിയാണി കഴിക്കാൻ പോവാണ് ഗൈസ്. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം അല്ലേ. പക്ക നാടൻ ബ്ലോഗ്, നാടൻ വൈബ്സ്. ദിസ് ഇസ് ഖാലിദ് ബിരിയാണി. ഓര് ഉള്ളിൽ കയറിയിട്ടുണ്ട്, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇത് ഷാളൊക്കെ കേടങ്ങണല്ലോ. ഞാൻ നടക്കാം. ഓരെന്ത് നോക്കിയാണേ നിങ്ങളെ ബിരിയാണി ഒക്കെ വന്നതാ. നിങ്ങൾക്ക് തട്ടിക്കൽ ബിരിയാണി വേണ്ട, ഖാലിദ് ബിരിയാണി. അത് ഊട്ടിക്ക് വന്നിട്ട് പിന്നെ എന്തിനാ പിന്നെ നാട്ടിൽ നിന്ന് കഴിച്ചാ പോലെ. മറ്റെന്തൊരു അരി അറിഞ്ഞോള് പച്ചരി ചോറ്, അവൾക്ക് മറ്റേ അരി ചോറ് വേണല്ലോ. ഈ തള്ളേനെല്ലാം കൊണ്ട് ഊട്ടിക്ക് ട്രിപ്പ് വന്നപ്പോ ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ട്രൈ ആക്കുന്നതിന് പകരം എന്ത് വെച്ച് പറഞ്ഞ പച്ചരിച്ചോറും സാമ്പാറും. വേറൊരു കാര്യമുണ്ട്, ഞാൻ കഴിച്ചു കേട്ടോ, കുറച്ച് മാത്രമേ കഴിക്കുള്ളൂ. മുൻജാമ്യം. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഞാൻ ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫുള്ള് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരുന്നു. പക്ഷെ
മൈ ഡയറ്റ് ഈസ് ലൈക്ക് ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കാർബോ കുറച്ച് വരണം. ഞാൻ മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു മാസം വരെ ഇങ്ങനെ കുറച്ച് വരും. പിന്നെ ഇങ്ങനെ കുറച്ച് കൊണ്ടിരിക്കും. മനുഷ്യനാണ്. അൽഫാമിന്റെ പീസ് കണ്ടാലേ ഞാൻ എന്താണ് അതിന്റെ എടി അതിപ്പോൾ എനിക്ക് ട്രോള് വരും. അൽഫാം എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ചിക്കനിലുള്ള എല്ലാ സാധനവും കഴിക്കാം. അത് പ്രോട്ടീനാണ്. ബുദ്ധിയില്ലത് ഓൺടർപ്രീനറാന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്. കുറെ ലേഹ്യം ഉണ്ടാക്കിച്ച്. അങ്ങനൊന്നും പറയല്ലോ കേട്ടോ. നിങ്ങൾക്ക് തടി വെക്കണോ, നീളം വെക്കണോ, ചോര വെക്കണോ? നിങ്ങൾക്ക് തടി വെക്കണോ, നീളം വെക്കണോ, ചോര വരണോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആദി നാച്ചുറൽസിന്റെ ബീട്രൂട്ട് ലേഹ്യം കഴിക്കണം. 77 36 66 65 നല്ല പേഴ്സണൽ നമ്പർ. കുടുങ്ങി താത്തക്കുട്ടി ഒന്ന് പോകാൻ കാണിക്കോ? ചുറ്റിക്കൊണ്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി. തമിഴ്നാട് ഊട്ടി. തമിഴ്നാട് ഊട്ടി. പിന്നെ ഇവിടെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഊട്ടി. ഊട്ടിൻ്റെ നല്ല ബെസ്റ്റ് ബിരിയാണിയാണ് ഖാലിദ് ബിരിയാണി. നമ്മൾ മട്ടൻ വന്നപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ മട്ടൻ ഭയങ്കര ഫേമസ് ആണ്. മട്ടൻ നമ്മൾ വന്നപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കാം. ആബിച്ച എന്താ ചെയ്യുന്ന? ആബിച്ച ആരത്? കൊറേ വൈകുന്നു. ബിരിയാണി എപ്പോഴാ എത്തേക്കും? എത്തോ ബിരിയാണി? സുന്ദരി നീയും സുന്ദരനാനും ഓർത്തിരുന്ന. ഈ മൈക്കിനെ കുറിച്ചൊക്കെ ഒരു കഥ പറയാനുണ്ട്. ഈ മൈക്കിന് 13,000 രൂപ ഉണ്ട്. ഈ മൈക്ക് ഞാൻ പൊതുവെ ഈ വിഷ്ലിങ്ങിൻ്റെ സാധനങ്ങൾ വരുമ്പം റിട്ടേൺ അടിക്കാറുണ്ട്. ഡ്രസ്സുകൾ നമുക്ക് 7 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക് റിട്ടേൺ ആയിട്ട് പോകും വിഷ്ലിംഗ് സെലക്ട് എന്ന്. അങ്ങനെ ഗായ്സ് ഞാൻ ഓർമ്മയില്ലാണ്ട് ഇതിൻ്റെ പൗച്ച് ബ്ലാക്കാണ് അത് അതിൽ വെച്ച്. അപ്പം ഒരു ബ്ലാക്ക് ഡ്രസ്സ് റിട്ടേൺ അടിക്കേണ്ടായിരുന്നു. എൻ്റെ റിട്ടേൺ അടിക്കേണ്ട ആൾ ഈ സാധനം കൊണ്ടുപോയി. എന്നിട്ട് 1,500 രൂപ ക്രെഡിറ്റ് ആയി. ക്രെഡിറ്റ് സോഴ്സിങ്ങിൽ അത് കയറി 13,000 സാധനം ഒരു കൊണ്ടുപോയും ചെയ്ത്. എൻ്റെ ഒരു സ്വൈര്യം സമാധാനം കൊടുക്കാത്തതുകൊണ്ട് പിറ്റത്തെ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചൊന്നും ചെയ്തു. ഇത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വേർഡ്സ് സാധനം പോകുമ്പോൾ നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. ഞാൻ കരുണൊക്കെ ചെയ്ത് ലാഭിച്ച പിന്നെ എപ്പോഴും പോസിറ്റീവ് മൈൻഡ് ആയതുകൊണ്ട് കിട്ടും വെച്ചു, കിട്ടിയില്ലെങ്കിൽ എന്ത് പുതിയത് മേടിക്കും എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ബിരിയാണി അല്ല ഗായ്സ്, ദിസ് ഈസ് ഖാലിദ് ബിരിയാണി. അപ്പം നമുക്ക് കുറച്ച് പോർഷൻ എടുക്കാം. റൈസ്, ചിക്കൻ എവിടെ? മുട്ടയുണ്ട് ഗായ്സ്, മുട്ടയുണ്ട്, ചിക്കനുണ്ട്, കുറേ പീസ് ചിക്കന്. അപ്പോൾ ഒരു 500 രൂപ പ്രതീക്ഷിച്ചോ? ആണ് മുട്ടല് നോക്ക്. അപ്പം എങ്ങനെ തിന്നണ്ടി അറിയോ? എങ്ങനെ എടുക്കാം? ഇത് പ്രോട്ടീനാണ്, ഇതും പ്രോട്ടീനാണ്. ആൻഡ് ഇത് മുട്ട പ്രോട്ടീൻ, ചിക്കൻ പ്രോട്ടീൻ, കുറച്ച് കാർബ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് കറാമ്പോ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. എന്നാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. നാപ്പിച്ചക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. ഷംസീർ പറയും ഫുഡേക്ക്. നല്ല തണുപ്പാണ് ഗായ്സ്, നല്ല തണുപ്പ്. ആസ്വദിച്ചുറങ്ങുന്നേക്കുന്നത്. ഇതൊക്കെ പറിക്കാൻ പറ്റുമോ? മാനുഫാക്ചർ ചെയ്യുന്ന നല്ല ക്യൂട്ട് നായ്ക്കുട്ടി. ഇതൊക്കെയാണ് ആദി നാച്ചുറൽസിന്റെ മുതലാളി വീഡിയോ എടുക്കുന്നത്.
ഈ പറഞ്ഞൊന്നും കേൾക്കണം കൂടി ഇല്ല. നല്ല പറഞ്ഞു ചെയ്തതിന് ഇതിന്റെ ഒച്ച കൊണ്ടൊന്നും കേൾക്കൂല. സോറി ഗൈസ്, മൈക്ക് വെക്കാൻ മറന്നു ഗൈസ്. ഇപ്പളാ മൈക്ക് വെക്കുന്നത്. ചവിട്ടിയാ ചെയ്യുന്നുണ്ട്, റെഡി ആക്കുന്നുണ്ട്. ആ ഫാനിന്റെ കരമാണ് മടക്കിക്കോളി, ഇല്ല ചെളിയാവും. ഇപ്പൊ നമുക്ക് ക്യാരറ്റ് ബിസിനസ് തുടങ്ങിയാലോ? അമ്മ അടുത്തത് ക്യാരറ്റിലേക്കോ? ക്യാരറ്റ് ലൈൻ കൊടുക്ക്, വെളുക്കാൻ വേണ്ടിട്ട് പറയും. അല്ല, നമ്മളെ സ്കിൻ കെയർ ഓയിലേക്ക് നമ്മള് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ആണ് മെയിൻ നമ്മളെ സ്കിൻ കെയർ ഓയിലിൽ. അപ്പൊ നമ്മള് ജസ്റ്റ് ഈ യൂട്യൂബ് വീഡിയോയിൽ മൊത്തം ആദീസിന്റെ മൊത്തം പ്രൊമോഷൻ. അതിന് കിട്ടണതിനൊരു കമ്മീഷൻ നമുക്ക് കിട്ടണം. ആ ട്രിപ്പ് ഫുൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആദി നാച്ചുറൽസ് ആണ്. മൊത്തം ക്യാരറ്റ് ആ വണ്ടിയിൽ കൊണ്ടുവരാം, ഈ വണ്ടിയിൽ ലോഡ് ചെയ്യാം. കൊറേ യൂണിറ്റ് ഉണ്ട്. നല്ല വീഡിയോ എടുക്കാം. ഇത് വേസ്റ്റാ അണ്ണാ? ഇത് വേസ്റ്റാ? ആ ക്ലീനിങ് പ്രോസസ്സിങ്. എന്നിട്ട് അതിലേക്ക് പോയിട്ട് ആ മെഷീനിൽ ഫുള്ള് ക്ലീൻ ആയിട്ട് അപ്പുറത്തെ ആ മെഷീനിൽ പോയിട്ട് പിന്നെ ഈ മെഷീനിലേക്ക് പോകല്ലേ. അങ്ങനെ ഒരു മിഷനിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മിഷനിൽ പോയിട്ട് 6 ആൾക്കാർ സെലക്ട് ചെയ്തിട്ടാണ് പാക്കിങ് വരുന്നത്. നമ്മളെ ഈ മഞ്ചേരിക്ക് ലോഡ് എടുക്കാൻ വന്നതാ. 10 ലോറിയൊക്കെ ഉണ്ട്. ആ ലോറിയിലേക്ക് ലോഡ് എടുക്കാൻ വന്നതാ. അത് ഇക്ക മഞ്ചേരിക്ക് ലോഡ് എടുക്കാൻ വന്ന പോലും. ഇതാണ് ക്ലീൻ ആക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. ചെറുത് മാറ്റി, ചെറുതിലേക്ക് വലുതിലേക്ക് മാറ്റി. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കട്ടെ. ഒരു മരത്തെ രസം ഇത് ചെറിയതായിരിക്കും അല്ലേ? അടുത്തല്ലേ ഞാൻ നിക്കാം. ഞാൻ പിടിക്കട്ടെ. പണിക്കറി ഗൈസ്. നുജു അവരൊക്കെ ജോയിൻ ചെയ്ത് ക്യാരറ്റ് ഇതാക്ക. ഇത് ഇനി കഴിക്കോ? ഇത് ചെറുതല്ലേ? ഇതിങ്ങനെ ക്യാരറ്റ് ഇടുന്നിടത്ത് നിന്നാ ചിലപ്പോ നമ്മള് ഫാമിങ്ങിന്റെ സ്ഥലത്തും കൂടി ഇന്ന് പോകട്ടോ. പ്ലാൻ ഉണ്ട്. ഇവിടെ മഴ പാറുന്നുണ്ട്, നല്ല ക്ലൈമറ്റ്. ഇനിയിപ്പോ മഴ പാറാൻ തുടങ്ങി. ഇവിടെ ക്യാരറ്റ് ഗോഡൗണിൽ വന്നിട്ട് കപ്പിൾ പോക്ക് എടുക്കുന്ന ഞാൻ ഒരു കസ്റ്റം ഷെബീന്റെ വായിക്ക് ഇട്ട് കൊടുക്കി. എന്നാ കണ്ട താത്ത ഇപ്പൊ ഷെബീന്റെ വായിക്ക് വന്നിട്ടു. ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾ എന്നാ വിചാരോ. പല്ല് പോലും. ആ ഷെബി ആടുന്ന് വേറൊന്നും എടുത്തേക്കുന്നത്. അതാ വീണ്. ഓസി അടിക്കല്ലേ ഓസിക്കുട്ട. ആവശ്യ ക്യാരറ്റ് വേണ്ടെങ്കിൽ കാസർഗോഡ്. ഞാൻ കാസർഗോഡാ. വലിയ ലോഡോ? ഇത് കഴിഞ്ഞിട്ട് ലോഡാക്കാനുള്ളതാ? നിങ്ങൾക്ക് ലോഡിനാ റേറ്റ് എങ്ങനെയാ? ചാക്കിനോ ലോഡിനോ? പല ഐറ്റം ഉണ്ട്. നമുക്കൊരു ക്യാരറ്റുള്ളൂ, പല ഐറ്റം ഉണ്ട്.
ക്യാരറ്റ് പലതിന് നല്ല ഐറ്റത്തിന് കിലോ റേറ്റാണ്. കിലോ ക്യാരറ്റ് കഴിഞ്ഞ് ഏനെ ബീട്രൂട്ട് പറ്റുകയാണെങ്കിൽ ക്യാരറ്റ് ഫാമിങ് ചെയ്യുന്ന സ്ഥലവും ബീട്രൂട്ട് ഫാമിങ് സ്ഥലവും വിസിറ്റ് ചെയ്യും. ഫുൾ ബ്ലോക്ക് ഇനി മുതൽ അവിടെ നിന്ന് എടുക്കാം. അങ്ങനെയൊക്കെ. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്പോട്ടിൽ പോകണം, വൈബാക്കാൻ, കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ സ്ഥിരം വരുന്ന പോലെ ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഞങ്ങൾ ഇത് ഈ ട്രിപ്പിൽ ഒഴിവാക്കാൻ പോവാണ്. ഞങ്ങൾ തച്ചുവിന്റെ ബീട്രൂട്ട് കൃഷി തെരഞ്ഞ് ഏതോ ഗാണ്ടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഊട്ടിയുടെ ഉൾഗ്രാമങ്ങൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്, ഗ്രാമങ്ങളും കർഷകരും അതാണ് നമ്മളെ വൈബ്. തിരക്കിൽ നിന്ന് മാറി അടിപൊളി ലൊക്കേഷനുകളാ, കൃഷിസ്ഥലങ്ങളാ, പാടങ്ങളാ, നമുക്കിത് കാണുമ്പോ കണ്ണൊരു കുളിർമ ഉണ്ടാവും. അല്ലാണ്ട് എപ്പോഴും വരുന്ന ബൊട്ടാനിക്കൽ ഗാർഡനും ഷൂട്ടിംഗ് പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് ഊട്ടി ട്രിപ്പ് കഴിഞ്ഞ് അതല്ല, ഊട്ടിയില് കൊറേ കർഷകരെ കാണാനുണ്ട് നമ്മള്. ബീട്രൂട്ട്, കാബേജ്, ഗ്രാമങ്ങള്, അതൊക്കെ ഒരു വൈബാണ്, മൂടാണ്. ഇപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും ഈ കാസർഗോഡ് നാട് വിട്ടു. ഇപ്പൊ തച്ചിന്റെ കൂടിയാണ് സുട്ടണി എന്ന് സ്വത്തേ നിങ്ങളില്ലേ കാക്കോ നോക്കിയാണ് ഈ ട്രിപ്പിന്റെ ഹൈലൈറ്റ് എന്താ നോക്കിയാണ് കാക്കോ, ഇതൊക്കെയാണ് ഹൈലൈറ്റ്. ചുട്ടാവണി അങ്ങനെ ഫൈനലി ഞങ്ങള് ബീട്രൂട്ട് കൃഷി ചെയ്യുന്നിടത്ത് എത്തിയിട്ടുണ്ട്. കൃഷി ചെയ്തിട്ട് ഇപ്പൊ 5 മണിക്കാണ് ഫാമേഴ്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവിടുന്ന് വാഷിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ ഗോഡൺ ഇതിന്റെ ഓണറ് നമ്മളെ ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ആണ്. അപ്പൊ ഇതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഇതായിട്ട് ഇതിന്റെ അടുത്തുണ്ട്. മൈക്ക് കാറിലാണ്. അപ്പോ ഇവിടെ തച്ചുവിന്റെ കണ്ടാ ഇവൻ ഭയങ്കര ടെററാ, ഇവന് ഗുണ്ടയാ. ഇത് വലിയ ഗുണ്ട, ഇത് ചെറിയ ഗുണ്ട ആണേ. മാഷാഅല്ലാ റെസ്റ്റോറന്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? അക്കക്ക് നാളെ വന്നേ ഒരു ഹായ് പറയൂ. കേരളത്തിലെ വലിയ ബ്ലോഗർമാർ, യൂട്യൂബേഴ്സ്, കേരളത്തിലെ വലിയ യൂട്യൂബേഴ്സ് നെജൂബി ഷർഹാന ഉണ്ട് ഗൈസ്. ഞങ്ങൾ ചിന്ന ചിന്ന വ്ളോഗേഴ്സ്. അങ്ങനെ എത്ര ചായയാണ് പറഞ്ഞിട്ടുള്ളത്? നോ, ഐ നീഡ് കട്ടൻ ചായ. യെസ്. ഊട്ടിയിൽ കാണാത്ത കാഴ്ചകൾ എപ്പോഴും കണ്ടേ, കാണാത്ത കാഴ്ച. രാവിലെ ഞങ്ങൾ കാണാത്ത കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കണ്ട ലാവിച്ച ഷംസി 2 വാക്ക്. ഷംസി കാറിലിങ്ങനെ ഒരു ചാച്ചാക്ക ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഞാൻ നോക്കി ഉറങ്ങുന്നുണ്ട് ചാക്കാക്കും. എന്റെ കുരിശിത പ്രവർത്തനങ്ങൾ നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാം തുറന്നു കാണിക്കടാ.
ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജ് എല്ലാവരും സോ ഞങ്ങൾ നല്ല അടിപൊളി കട്ടൻ ചായ കുടിക്കാൻ പോവാണ്. 5 മണിയായി. ബീട്രൂട്ട് കഴുകുന്നതൊക്കെ കാണും ഗായ്സ്. മൈക്ക് വെച്ചിട്ട് സംസാരിക്കുന്നത് എല്ലാം കേട്ടു. നമ്മള് ഇവിടെ ബീട്രൂട്ട് പാക്കറ്റ് വന്നിട്ടാണ് ഇവിടെ 2 എണ്ണം ഡാൻസ് കളിക്കാം. എവിടെ പോയാലും ഇത് 2 എണ്ണം വേറെ മൂടാണ്. നമ്മളെ സംസി മറ്റേതാ ആളെ മറ്റേതാ ഒന്നും പറയല്ലോ. നോജു എന്ത് ഇനെന്താ പറയാ ഷിബി? കോലം വരക്കുക. ഓക്കെ അക്ക ഇങ്ങനെ വരച്ചോണ്ടിക്ക. അക്ക നമ്മുടെ അക്ക മഴ പെയ്യുമ്പത്തിന് പോരിട്ടാ ഇത് വൈറ്റ് മാത്രമേ ഉള്ളൂ. അരിപ്പൊടി ഇട്ട് ഇതാക്ക. നമ്മളെ പോവാ മഴയോട് എടുത്ത് തച്ചു മഴ പെയ്യണ. അങ്ങനെ തച്ചുവിന്റെ ബീട്രൂട്ട് ഫാക്ടറിക്ക് വന്നിട്ട് ബീട്രൂട്ട് എത്തിയിട്ടില്ല. അവിടുന്ന് തച്ചു ഫാമേഴ്സ് കൊണ്ടുവന്നിട്ടില്ലല്ലേ. ലോഡിന് വേണ്ടിട്ട് വെയിറ്റ് ആക്കി കൊണ്ടുക്ക. ഇപ്പൊ എത്തുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ മാസത്തെ പ്രൊഡക്ഷൻ ഏകദേശം ഒരു 15 ടണ്ണ് ബീട്രൂട്ടാണ് തച്ചു ഓർഡർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അതിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ഇത് വെയിലെടുക്കാനുള്ള അതിപ്പതനം. ഞാൻ അറിഞ്ഞ തച്ചു ചാടൂന്ന്. എന്താ അറിയുന്നേ? തച്ചു ചാടൂന്നോ? നമ്മള് നോക്കി മെല്ലെ ഓ ആപിച്ച വരും ഇന്റെ ഇന്ന് തച്ചുപിടി ഉന്തിടടാ ആപിച്ച എടുക്കോളെ ഫോൺ ചാടും. എടാ പശുത വരുന്നേ. അവിടെ വയ്യതടാ. അവിടെ ഇറങ്ങാൻ സ്ഥലം ഇറങ്ങി കഴിഞ്ഞ അപ്പുറത്ത് കൂടെ ചുറ്റണം. അവിടെ ചന്തിയിൽ ചെളിയുണ്ടോ? അത് പോയിക്കോ. ഇല്ല പാൻറ്റുമ്മേ ചാണം ചോട്ടിട്ടോ. അല്ലോ ക്യാമറ എടുത്തില്ല. ക്യാമറ എടുത്തരാം, ഇതെടുത്തരാം. അങ്ങനെ ഫൈനലി സെയിം ഫാമിലിനെ കണ്ട സന്തോഷത്തിലാന്ന് വെച്ചു. പോത്തിന് അത്യാവശ്യം ഉപകാരങ്ങളുണ്ട്. തിന്ന നിന്നൊക്കെ എന്തിനെ പറ്റിയ കൈതനെ. ആയിക്കോട്ടെ. പോത്ത് ഓടി. എന്തിനാ പോത്തിനെ അങ്ങനെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? പോത്ത് മെയ്യല്ലേ, ഫുഡ് കഴിക്കല്ലേ. കെട്ടാണ്ടോ? ഇവിടെ കെട്ടൂല. ഇവിടെ കൊറേ എണ്ണത്തിന് ഒരു ഇല ഇതാ കൂട്ടാ. വാ നമ്മളെ ബീട്രൂട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ടിന് അങ്ങോട്ട് പോയേക്കാം. ബീട്രൂട്ട് ലോഡ് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയോക്കാം. ഞാൻ വരാത്തോണ്ട് തുടങ്ങിയില്ല എന്നാ പറഞ്ഞേ. അപ്പൊ കാണുന്നടുത്താന്ന്. അപ്പൊ നമ്മൾ അടുത്തിട്ട് ബാക്കി വിഷയം കാണിക്കാം. ഫൈനലി തച്ചൊക്കെ ലോഡ് എത്തി. കൊറേ ലോഡ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ലോഡ് ഇറക്കുന്നുണ്ട്. ബീട്രൂട്ടിലേക്ക് എത്തിന്റെ താത്ത സന്തോഷില്ലേ? ഭയങ്കര സന്തോഷം. ബീട്രൂട്ട് താത്താക്ക് ബീട്രൂട്ട് കണ്ട സന്തോഷം. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? എന്താ പറയണ്ടേ? ഇങ്ങനെ തടിയും വെള്ളം വെക്കണോ നിങ്ങള് ബീട്രൂട്ട്? ചോര കുറവുണ്ടോ? ചെറിയ ബീട്രൂട്ട് ലേഹ്യം ആദ്യം നാച്ചുറൽസിന്റെ ബീട്രൂട്ട് ലേഹ്യം നിങ്ങൾ കഴിച്ചാൽ മതി. നിന്റെ ഫോണുണ്ടോ? റീൽസ് ഗൈസ്, ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാൻ ഫ്രൂട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. കിലോ 300 രൂപ. 300 അല്ലേ? ആണോ? വേണ്ട
വേറെ ഏത് ഫ്രൂട്ട് വേണ്ടേ? ഈ പാക്കറ്റ് എടുക്കുക 1/2 കിലോ 150. ഇതോ എത്ര പാക്കറ്റ്? ഒരു പാക്കറ്റ് 150 വേണ്ട, കിലോ 300 രൂപ. ഇത് കൂടുതലല്ലേ? ആ വാങ്ങിക്കോ, വാങ്ങിക്കോ 1 കിലോ. ഈ ആപ്പിൾ വേണമോ? നല്ല മധുരമുണ്ട്. 150 ഉറുപ്പ്യക്ക് ഇത്. ആ പിന്നെ 1 കിലോ എടുക്കുമ്പോൾ 300 എടുക്കേണ്ടി വരും മറ്റേത്. അതല്ല മറ്റേ ശരിക്ക്. അടുത്തത് താത്ത ബാഗ് വാങ്ങാം. അത് തച്ചു താത്ത. തച്ചു താത്ത, നമ്മളെ താത്ത മലപ്പുറത്ത് വന്ന് ഊട്ടിന്ന് ബാഗ് വാങ്ങിയോ. ഞങ്ങള് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ്, ബ്ലൂബെറി, സ്ട്രോബെറി. ഹലോ 600 ലാഭം. ഈ താത്ത മറ്റേ ക്രൈസി ഗോപാലനില് കള്ളനില്ലേ, ആ കള്ളന് പോലില്ലേ. ശിവി സത്യം പറയും, ആ ക്രൈസി ഗോപാലനില്ലേ മറ്റേ ചങ്ങായില്ലേ, ഇത് അരിച്ച ശോകന് കുട്ടികളെ പേടിപ്പിക്കില്ലേ. എനിക്ക് ഓറഞ്ച് ഇഷ്ടമാണ്. ഇത് ഇഷ്ടമല്ല, ഇത് രസമാണ്. ഷോപ്പിംഗ് മോഡ്, ഷോപ്പിംഗ് മോഡ് കണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. Street food. ഉറങ്ങും guys. ഞങ്ങള് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നതാ. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിൻ്റെതായ സ്ട്രീറ്റ് ഫുഡ്, കബാബ്സ് ഉണ്ട്, മോമോ ഉണ്ട്. എന്താ വെച്ചാ കഴിക്കാനുള്ള കഴിച്ചാലോ, എന്താ കഴിച്ചാലോ? എന്താണ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഒക്കെ ഉണ്ട്. എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് ഗൈസ്. ഈ സമയം എത്ര ഉണ്ടാവും? ഊട്ടിയിൽ നേരത്തെ ക്ലോസ് ചെയ്യും, ഇപ്പോൾ 8:30. ഊട്ടിയിൽ പെട്ടെന്ന് നൈറ്റ് ലൈഫ് ഇല്ല. ഊട്ടിയിൽ തണുപ്പ് കൂടിയതുകൊണ്ട് പെട്ടെന്ന് ക്ലോസ് ആവും. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഷോപ്പ്സ് ഉണ്ടാവും, കബാബ്സ്, മോമോസ് ഇവിടെ ഫുള്ള് കാർട്ടുകളാട്ടോ, ഓരോന്നിനും കാർട്ട്. മോമോസ് എടുക്കുന്നു. നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട. ഒരു മോമോസ് ഫ്രൈ സ്റ്റീം. ആ വരാം. ടേസ്റ്റ് നോക്കി തച്ചോ. ഫ്രൈഡ് മോമോസും ടേസ്റ്റ് ഉണ്ടോ? കബാബ് മിയ നമ്മള് കാഫേലൊക്കെ പോയിട്ട് കുറേ അത് ടേസ്റ്റ് ഉണ്ട്. നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി സ്ട്രീറ്റ് ഫുഡിലൊക്കെ കഴിക്കാൻ വേണ്ടി കബാബ്സ്. എന്റെ പേരാദ്യം പഠിക്കും. നുജുമ. എന്താണ് അപ്പോ പുതിയ ജാക്കറ്റ് വാങ്ങിയ പോലെ കേട്ടോ. പുതിയ പ്രൊഡക്റ്റ് ഓരോന്ന് ഇത് ഇവിടെ ഒരാൾ കൈ കാണിച്ച് മറ്റേ കൈ കാണിച്ച്. ഒന്നുമില്ല. എങ്ങനെയുണ്ട് ഫുഡ്? എന്തൊക്കെ കഴിച്ചേ? കബാബ് ഫ്രൈഡ് റൈസ്. How's the food? മിയ മിയ Miya means? മിയ മിയ മീൻസ് കബാബ് അടിപൊളി, ചോറ് അടിപൊളി.
ഇനി എടുത്തോ നീ കുഴപ്പമില്ല ചിക്കൻ ഇന്നല്ല ഫുഡ്